മനുഷ്യൻ ഒരിക്കലും നന്നാകത്തില്ല. കാരണം ചിന്തിക്കാനുള്ള ബോധമില്ലാത്ത സാധനങ്ങളാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയെ പറ്റിയാണ്. അതിൻ്റെ അകത്ത് മോഹൻലാൽ വന്നിട്ട് ക്ഷമ ചോദിക്കുന്നു. ഇതിൻ്റെ അകത്ത് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഇതിനു മുമ്പ് ഈ ജാതി സമുദായങ്ങളൊക്കെ കാണിച്ച് ഹിന്ദു എന്ന് പറയുന്ന നാറികൾ, ഞാൻ ഹിന്ദുവാണ് എങ്കിൽ പോലും പറയാം, ഹിന്ദു എന്ന് പറയുന്ന വേറെ കുറേ ഉയർന്ന മറ്റിടത്തുള്ള കുറേ സാധനങ്ങളുണ്ട്. ഇവിടെ ഒരു സിനിമ ഇറങ്ങിയായിരുന്നു, വിഗതകുമാരൻ. അതിൻ്റെ അകത്ത് ശാന്തമ്മ എന്ന് പറയുന്നൊരു താഴ്ന്ന ജാതിപ്പെട്ട ഒരു പെണ്ണ് അഭിനയിച്ചായിരുന്നു. ആ സിനിമയിൽ അഭിനയിച്ചപ്പോൾ ആ പെണ്ണിൻ്റെ പേര് ഗ്രേസി എന്നാക്കി. ആ സിനിമ റിലീസ് ചെയ്തപ്പോഴത്തേക്കിനും അത് തിരുവനന്തപുരത്ത് പോപ്പുലർ സിനിമ എന്ന് പറയാം, സിനിമ തിയേറ്ററിലാണത് റിലീസ് ചെയ്ത്. അവിടെ അതിൻ്റെ നിർമ്മാതാവ് ജെ.സി. ഡാനിയൽ എന്ന് പറയുന്ന ആൾ പറഞ്ഞു, നീ വരണ്ട, ഭയങ്കര പ്രശ്നമാണ്, അതുകൊണ്ട് നീ വരണ്ടെന്ന് പറഞ്ഞു. പുള്ളിക്കാരത്തി പോയില്ല. ആ സിനിമ തുടങ്ങി, ആ തിയേറ്ററും കത്തിച്ചു, ആ തിയേറ്ററിൻ്റെ സ്ക്രീൻ വരെ തല്ലിപ്പൊട്ടിച്ച് കളഞ്ഞ സാധനങ്ങൾ ഇപ്പോഴും അത് തന്നെ നടക്കുന്നത്. ഇവരൊക്കെ ഇനി എന്താ നന്നാകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. തലയ്ക്കകത്ത് വിവരമില്ലാത്ത സാധനങ്ങളാണ് ഹിന്ദു എന്ന് പറയുന്ന അപരാധി മക്കൾ. അങ്ങനെ പറയാൻ പറ്റാതെ അപരാധി മക്കൾ തന്നെ പറയണം. ഇപ്പം എമ്പുരാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഹിന്ദു ഇറങ്ങിയിരിക്കുക, എന്നെ ഉണ്ടാക്കണം നാറികളെ. കാൽനട പോലും വിവരമില്ലാത്ത മയിലുകളൊക്കെ നീയൊക്കെ എന്താ ഉണ്ടാക്കുന്നത്? മോഹൻലാൽ പോയി ക്ഷമ ചോദിച്ചെന്ന് പറയുന്നത്. നല്ല എന്തൊക്കെയല്ല നാറി ജനിച്ചത്, ഇത്രയുള്ള കാര്യം. നല്ല എന്തൊക്കെ ജനിച്ചാണെങ്കിൽ പറയണം. ഞാനല്ല സിനിമ പിടിച്ച, വേറെ ആൾ സിനിമ പിടിച്ച അഭിനയിച്ച്. ഇത് പറയാനുള്ള തൻ്റെ ഇല്ലാത്ത നാറി നിന്നെയൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. നീയൊക്കെ നല്ല അത്തക്കല്ല, സ്വന്തം അമ്മയോട് പോയി ചോദിക്ക്. ഈ നാട്ടുകാരുടെ മുന്നിൽ പറയുന്ന ആ പുള്ളിയാണ് എൻ്റെ അന്തേന്ന് മയിലേ.